നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചേക്കാം. എന്താ അല്ലേ, തിരൂരിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മൊബൈൽ ഫോൺ കിട്ടാത്തതിന്റെ പേരിൽ കുളിമുറിയിൽ അടച്ച് ആത്മഹത്യ ചെയ്തു. നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മൾ സ്വസ്ഥമായിട്ട് പറമ്പിൽ പോയി കളിക്കുക, കൂട്ടുകാരത്ത് സൈക്കിൾ ഓടിക്കാൻ പോവുക, ഇതൊക്കെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വിനോദത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പേരൻസ് തന്നെ അവർക്ക് സ്വസ്ഥത കിട്ടാനല്ല, വർക്ക് ഫോഴ്സ് ഇത്തിരി കൂടുമ്പോൾ അതിൻ്റെ ഡിലേസോ കാര്യങ്ങളോ വരുത്താണ്ടിരിക്കാൻ, അവർക്ക് സമാധാനം കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നത്, പിള്ളേർക്ക് നേരെ മൊബൈലോ ടാബ്ലറ്റോ കൊണ്ടു കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അല്ലെങ്കിൽ അവരെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് അവരെ അടിമപ്പെടുത്തും. ആൻഡ് ഇതിനുള്ളിൽ തന്നെ സ്വഭാവവൈകല്യങ്ങൾ നാച്ചുറലി ഒരു കുട്ടിക്ക് ഡെവലപ്പായി വരികയും ചെയ്യും. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി, അടുത്ത വരുന്ന ജനറേഷൻ എല്ലാവരും ഇതേപോലെ സ്ക്രീൻസിനും കാര്യത്തിനും അടിമകളായിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ ലൈഫിലെ കുറേ ഭൂരിഭാഗം സമയം നമ്മൾ സ്ക്രീനിൻ്റെ ഫ്രണ്ട് സ്റ്റക്കാണ്, നമ്മുടെ ജനറേഷൻ തന്നെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ജനറേഷൻ്റെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? സോ ഇനി എല്ലാവരും സ്വസ്ഥമായിട്ട് ചിന്തിക്കുക, ഇങ്ങനെയാണോ അടുത്ത ജനറേഷൻ വരുന്നത്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുത്തണോ? സ്വസ്ഥമായിട്ട് ആലോചിച്ച് ഒരു നല്ല രീതിക്ക് അല്ലെങ്കിൽ നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.